ഇലക്ട്രോലൈസ് പ്രോസസ് അഥവാ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് റിപ്പീറ്റഡ് PYQ. എന്തായാലും നിങ്ങൾക്ക് ഓണം എക്സാമിന് ഈ ഒരു ചോദ്യം കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വേഗം ശ്രദ്ധിച്ച് കേട്ടോ, ഫുൾ ഫോക്കസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഫയർ ഇമോജി കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസാണ് ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ വേണ്ടത് എന്നുള്ളതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി. അപ്പോൾ നമ്മളുടെ പ്ലാസ്മ സ്ഥലം അഥവാ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഉണ്ടാകുന്ന പദാർത്ഥ സംവഹനം അഥവാ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ 4 പ്രോസസ്സ് പഠിക്കുന്നുണ്ട്, 4 പ്രക്രിയകൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാണ് എന്ത്, നമ്മളുടെ ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? യെസ്, നമ്മുടെ ജലം എന്ത് ചെയ്യും, അതിൻ്റെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഹയർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരും അല്ലേ? യെസ്, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരും. ഏതിലൂടെയാണ്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ അഥവാ അർദ്ധതാര്യസ്തരം. ഓക്കെ, റെഡി അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് എന്ത്, ഓസ്മോസിസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈ ടു ലോ അല്ലേ, ഹൈ ടു ലോ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യുന്നത്, കുറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് എനർജി അഥവാ ഊർജം ആവശ്യമുണ്ടോ? ഉണ്ടോ? എനർജി അഥവാ ഊർജം ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്താണ്, നമുക്ക് ചാനൽ പ്രോട്ടീൻ്റെയോ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാഹക പ്രോട്ടീൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഈ രണ്ടാമത്തെ ആളെ നമുക്ക് നോക്കാം. അതാണ് ഓസ്മോസിസ്. ഓക്കെ, രണ്ടാമത്തെ ആളാരാ? ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? എന്താണ് ഡിഫ്യൂഷൻ? യെസ്, ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുക? ഹയർ കോൺസെൻട്രേഷനിലേക്ക് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യും, ഓക്സിജൻ പോലത്തെ ആൾക്കാർ അല്ലെ, ഓക്സിജൻ പോലത്തെ ആൾക്കാർ പോകുന്നു. അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. അപ്പം ഇതിന് എന്താ ആവശ്യമില്ല? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ എന്തില്ല? ഊർജം അഥവാ എനർജി ആവശ്യമില്ല. ഊർജം ഓർ എനർജി ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ആവശ്യമില്ല? കാരിയർ പ്രോട്ടീൻ അഥവാ നമ്മളുടെ വാഹക പ്രോട്ടീന് നമുക്ക് ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തല്ലോ? യെസ്. ഓക്കെ, ഇതാണ് എന്ത്, ഡിഫ്യൂഷൻ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം തന്നെയാണ്. യെസ്, ഇതേ സംഭവം തന്നെ അവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്ലൂക്കോസ് പോലത്തെ കുറച്ച് വലിയ മോളിക്യൂളുകളെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂക്കോസിനൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഇവരെന്താ ചെയ്യുക? യെസ്, ഇതിനൊന്നും താഴേക്കാക്കാം. യെസ്, ഒരു ചാനൽ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ഇവരിങ്ങോട്ട് പാസ് ചെയ്യിക്കും. ഇതാണ് ആര്, നമ്മളുടെ ചാനൽ പ്രോട്ടീൻ അഥവാ വാഹക പ്രോട്ടീൻ. ഇതിൻ്റെ സഹായത്തോടു കൂടി, അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നീ പോ എന്ന് പറഞ്ഞാൽ ഉന്തി വിട്ടെടുക്കും. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, നമ്മളുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മുടെ അയോണുകളിലൊക്കെ, അതായത് ലോ കോൺസെൻട്രേഷൻ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഇവർക്ക് എന്ത് ചെയ്യണം, കൂടിയ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ പറയുന്ന വാഹക പ്രോട്ടീനും ആവശ്യമുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട്, ATP അഥവാ നമ്മളുടെ ഊർജ്ജ തന്മാത്രയായിട്ടുള്ള ATP, എനർജി കറൻസി ഓഫ് ദി സെല്ലായിട്ടുള്ള ATP കൂടി നമുക്ക് എന്തുണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇതാണ് എന്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ആലോചിക്കുക, ലോ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക്, ഹൈ ആയിട്ടുള്ള ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇതെന്തായാലും വിത്ത് ഫിഗറോ അല്ലെങ്കിൽ ഒരു ടേബിൾ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതില്ലാതെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ദിസ് ഇസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് PYQ ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറഞ്ഞല്ലേ, അതിൽ എക്സാമ്പിളിൽ ഏത് തന്മാത്രയെ കൊണ്ടുപോകുന്ന കാര്യമാണ് മിസ് പറഞ്ഞത്? അതിനുള്ള ആ ഒരു ഉദാഹരണം എന്തോന്ന് മിസ് പറഞ്ഞിരുന്നു അല്ലേ? ഏതോ ഒരു തന്മാത്രയുടെ പേര് പറഞ്ഞിരുന്നു, മോളിക്യൂളിൻ്റെ പേര്. അത് ഏതാണെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക, കമൻറ്റ് ചെയ്യുക.